ഇതാണ് ഡബിൾ ഈഗിൾ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ലാൻഡ് റോവർ ഒഫീഷ്യൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള 1:14 സ്കെയിൽ വരുന്ന ഡിഫെൻഡർ RC കാർ. ഇത് കാണുമ്പോൾ ഒരു ഹോബി ഗ്രേഡ് RC കാറാണെന്ന് തോന്നുമെങ്കിലും പക്ഷേ ഇതൊരു ടോയ് ഗ്രേഡ് RC കാറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ബിൽഡും സംഭവങ്ങളൊക്കെ നോക്കണമെങ്കിൽ ഫുൾ പ്ലാസ്റ്റിക് ബിൽഡാണ് പറഞ്ഞേക്കുന്നത്. ഒരു ലൈറ്റ് വെയിറ്റുള്ള ഒരു RC കാറും കൂടെയാണ്. പിന്നെ ഈ ഒരു ബോഡി പാർട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. മെയിനായിട്ട് ഇതിൻ്റെ ഈ ഒരു ബോണറ്റ് നമുക്കിവിടെ ഒരു ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ തുറക്കാൻ പറ്റും. ഇതാ ആണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ബാറ്ററി. ഇത് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യണം. ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ഡോറും കാര്യങ്ങളൊന്നും തുറക്കാൻ പറ്റില്ല കേട്ടോ. ഇത്രേ ഉള്ളൂ സംഭവം. ആകെ തുറക്കാൻ പറ്റാവുന്നത് ഈ ബോണറ്റ് മാത്രമാണ്. ഇതാണ് ഈ വണ്ടിയുടെ റിമോട്ട് വരുന്നത്. ഈ വീല് പോലത്തെ സംഭവം കണ്ടോ, അത് വെച്ചാണ് നമ്മൾ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും തിരിക്കുന്നത്. ഓക്കെ ആണെങ്കിൽ ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ഇത് ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടണാണ്. ഇത് നമ്മുടെ ഫോർവേഡ് ബാക്ക്വേർഡ് പോകാനുള്ള ട്രിഗർ പോലത്തെ സംഭവം. ഇത് 4 AA ബാറ്ററികളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 2.4 GHz വരുന്ന ഒരു റിമോട്ട് കൺട്രോളാണ്. ഇത് വെച്ച് അത്യാവശ്യം നല്ല റേഞ്ച് ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത് 4x4 ഡ്രൈവിംഗ് സിസ്റ്റമാണ്. പിന്നെ ഇതിൻ്റെ മോട്ടറും കാര്യങ്ങളിലോട്ട് വരാൻ നേരത്ത് 280 ബ്രഷ്ഡ് മോട്ടറാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ട്രിഗറില്ലേ, ഇത് സ്ലോയിലൊന്നിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ക്രോൾ ചെയ്ത് കയറിപ്പോയിക്കോളും. ആ ഒരു ക്രോളിംഗ് പർപ്പസിന് വേണ്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ 4 വീലിലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സസ്പെൻഷനുകൾ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ടഫായിട്ടുള്ള ടെറൈൻ, അതായത് ചെറിയ മോഡലായിട്ടുള്ള ട്രാക്സിൻ്റെ TRX മിനി മോഡൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതും ഒരുമിച്ച് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നല്ല സുഖമായിട്ട് കയറിപ്പോയി ഇങ്ങനെ ഇത്തിരി ഹാർഡായിട്ടുള്ള ടെറൈൻസ് ഒക്കെ. പക്ഷേ ഇത് അങ്ങനെ ഒരു ടെറൈൻ വരുമ്പോൾ നല്ലോണം പാടുപെടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വീലുകൾ 4 ട്യൂബ്ലെസ് ടയേഴ്സാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഗ്രിപ്പൊക്കെ ഉള്ള ടയറുകളാണ്. ഈ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ബിൽഡ് ക്വാളിറ്റി ഉള്ളൂ. ഭയങ്കര ഹെവി ബിൽഡ് ക്വാളിറ്റി ഇല്ല. എനിക്ക് ഈ വണ്ടി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ബോണറ്റ് തുറന്നിട്ട് സംഭവം കണ്ടോ, ഇതിങ്ങനെ കണക്ട് ചെയ്യണം. ഇത് ഓണാക്കണം. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം. ഇതാണ് ബാക്ക്. ലൈറ്റൊക്കെ കത്തി നല്ല ഭംഗിയിൽ നിൽക്കണുണ്ട്. പിന്നെ ഈ റിമോട്ടിൽ നമ്മൾ ഈ സ്റ്റിയറിംഗ് വീൽ വെച്ച് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ തിരിച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ കത്തും. ബാക്ക് സൈഡിലോട്ട് നോക്കണമെങ്കിൽ കണ്ട സൗണ്ടും വരും. ഇത് കണ്ട, സ്ലോ മോഡാണിത്. ഇതാണ് റിവേഴ്സ്. ഒരു ടോയ് ഗ്രേഡ് RC ആണെന്ന് പറയത്തേ ഇല്ലാത്ത രീതിയിലാണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കണത്. ഇതിൻ്റെ ബാറ്ററി ലൈഫും വലിയ കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം നല്ലോണം കിട്ടുന്നുണ്ട്. നമ്മളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റാവുന്ന ഒരു RC കാറും കൂടെയാണിത്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.